എഫെസോസ് ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 22-23 വചനം പറയും, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. കുരിശിന്റെ വേണ്ടി പ്രാർത്ഥനയില്ലേ 10-ാം സ്ഥലം ഈശോ മിശിഹായുടെ വസ്ത്രം ഉരിയുന്ന സംഭവം. അപ്പം അത് പറഞ്ഞ രക്തത്തിൽ ഒറ്റിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച ഈശോയെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനും എന്നെ അനുവദിക്കണേ. അപ്പൊ അവിടെ പറഞ്ഞു, രക്തത്തിൽ ഒത്തിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാം. അതെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നത് ഒരു ദുസ്സഹമായൊരു വേദനയുണ്ട് മക്കളെ. അതുകൊണ്ട് പുണ്യത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ ഒരു സഹനമുണ്ട്. ചില ബന്ധങ്ങളും ചില സുഖങ്ങളും നേട്ടങ്ങളും കളയാൻ നേരം വേദനയുണ്ട്. ദൈവത്തെക്കാൾ ഉപരി സ്ഥാനം കൊടുത്തിരിക്കുന്ന പലതിനെയും, പല വ്യക്തികളെയും, വസ്തുക്കളെയും, സാഹചര്യങ്ങളെയും ഒക്കെ ത്യജിക്കുമ്പോൾ വേദനയുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസിസി കോടീശ്വര കുടുംബത്തിൽ ജനിച്ചു വീണ മനുഷ്യൻ ആ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ചാക്കവസ്ത്രം ധരിച്ച് ഇറങ്ങുമ്പോൾ ഒരു വേദനയുണ്ടെന്ന്. ആ ചുമ്മാ സുഖമൊന്നുമല്ല, ആ ഒരു വേദന എടുക്കണം. അത് എങ്കിലേ നിന്റെ ആത്മാവിന് മരിക്കുന്ന അന്ന് തന്നെ കർത്താവിൻ്റെ തിരുമുഖം കാണാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ അത് പൂർണ്ണതയിൽ അനുഭവിക്കും. എനിക്കൊരു വിശുദ്ധനാകാൻ പറ്റുള്ളൂ. വിശുദ്ധ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച ഒരു ക്രിസ്ത്യാനി, അവൻ്റെ ലക്ഷ്യം വിശുദ്ധനാകണം. വിശുദ്ധി വേറൊന്നും നോക്കരുത്. അതിൻ്റെ വഴികളാണിത്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു കുറേ നിയോഗങ്ങൾ എടുത്തത്. ദൈവമേ, ഞാൻ വായിച്ചു മടുത്തുപോയി. 100 നിയോഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എല്ലാം വായിച്ചപ്പോൾ എൻ്റെ ഈശോയെ ഞാൻ സങ്കടം വന്നതിൽ അതിലൊരിടത്ത് പോലും എനിക്ക് എൻ്റെ കർത്താവിനെ സ്വന്തമാക്കണമെന്നുള്ളൊരു നിയോഗം ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ പോലും കുരിശ് വരച്ചു, കർത്താവിനെ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആ മനുഷ്യൻ പറയുന്നത്, ഈ 100 കാര്യം കർത്താവ് സാധിച്ചില്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുക. കൊള്ളാം, നീ നരകത്തിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. കാരണം നീ ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നവൻ, അല്ലാതെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനല്ല. യു ട്രൈങ് ടു യൂസ് ജീസസ്. നീ ഈശോയല്ല വേണ്ടത്. നിനക്ക് വേറെ ഈശോയെ വെച്ച് കുറേ ചെപ്പടി പരിപാടിയും ഈശോ ഒരു മറയാക്കുക. ആധ്യാത്മിക ജീവിതം പോലും കണ്ട് ചിലർ മറയാക്കുക. സുവിശേഷ പ്രഘോഷം പോലും മറയാക്കും. ഡെലിവറൻസ് മിനിസ്ട്രികൾ പോലും ചില ആളുകൾ ഒരു മറയാക്കുക. അങ്ങ് മറയാക്കരുത്. ഇത് മരിക്കണത്, ഇത് സുഖം. ഞാനൊക്കെ സുവിശേഷ വേല ഇറങ്ങിയെന്ന് എനിക്ക് നല്ല സഹനമാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. ശരിക്കും പറഞ്ഞാൽ ഒറിജിനലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പെയിനാട്ടോ. പെയിനേ ഉള്ളൂ, പക്ഷെ ഒരു സന്തോഷമുണ്ട്. കാരണം ഞാനെന്നും എൻ്റെ മുറിയിലൊരു കരുണയുടെ ഈശോയുടെ പിക്ചറുണ്ട്. 3 രൂപ. ഒരു കുറച്ച് നേരമെങ്കിലും അകത്ത് നോക്കിയിരിക്കും. അപ്പം നോക്കുമ്പോൾ ആ മുഖത്തോട്ട് നോക്കിയിട്ട്, കർത്താവെ, നിന്റെ ഹിതം നിറവേറ്റാനുള്ളൊരു ശ്രമത്തിലാട്ടോ, കരുണയായിരിക്കണം. നമുക്കാകെ ശരിക്കും സുവിശേഷ പ്രഘോഷം നോക്കുന്നതിന് അവസാനം അവനെ നോക്കുന്നൊരു മുഖവും അവൻ നോക്കുന്നൊരു മുഖവും ഉണ്ടെങ്കിൽ അത് ഈശോ മാത്രമേ കാണുകയുള്ളൂ. ഈശോയുടെ തിരുമുഖമേ കാണുകയുള്ളൂ. അതങ്ങനെയല്ലേ ആകേണ്ടത്. ഞാനിപ്പോൾ ചോദ്യം ഉണ്ടല്ലോ, അച്ഛൻ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്? ഞാൻ പറയാം, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എനിക്ക് ഒരാളോടുണ്ടായിരുന്നുള്ളൂ സ്നേഹം, ഈശോയോട് മാത്രമായിരുന്നു. അത് പറയാൻ നമുക്കാകണം. വലതുകരം ചങ്കി വെച്ചുകൊണ്ട് എത്ര മക്കൾക്ക് അത് പറയാൻ പറ്റും? 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം. അപ്പം ആ ഒരു കൃപയിലേക്ക് വരാൻ നമുക്ക് ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക. ആണ് ഉരിഞ്ഞു വരാനല്ല, ഇത് തേച്ച് കുളിപ്പിച്ചു പോകാനല്ല. കാല് ഡോക്ടർ പറഞ്ഞു ഇത് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ പ്രശ്നം. അയ്യോ കാലില്ലാതെ ചോദിക്കാൻ പറ്റുമോ എൻ്റെ ഈശോയെ? അതുകൊണ്ട് മുറിച്ച് മാറ്റാതെ അത് വ്രണമായിട്ട് നീങ്ങി അവസാനം ആ കാല് മുഴുവനോടെ വെട്ടി മുറിച്ച് മാറ്റേണ്ടി വരിക. ചിലപ്പം ജീവൻ പോവും. ചിലർ കാല് മുറിച്ച് മാറ്റും, ജീവിതത്താലും കുഴപ്പമില്ല, കാല് മുറിച്ച്. എന്നുമല്ലോ ചില അഴുകിയ ബന്ധങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. മദ്യമാകാം, അവിഹിത ബന്ധമാകാം, മ്ലാച്ചക്കൂട്ടുകെട്ടാകാം, സൈറ്റുകൾ, അത് അഴുകി മുറിച്ച് മാറ്റില്ല, കട്ടിട്ട് മുറിച്ച് മാറ്റണം. അത് കളയുമ്പോൾ ഒരു വേദനയുണ്ടല്ലേ, ഒരു കുറവുണ്ട്, അതുണ്ടാകണം. അതാണ് നീ അംഗഹീനനാവുക, ഒരു വികലാംഗനാകട്ടെന്നേ. അപ്പൊ സ്വർഗത്തിൽ നിനക്ക് സ്ഥാനം ഒന്നായിട്ട് കിട്ടുവേ. ചില പാപത്തിന്റെ സാഹചര്യങ്ങളിൽ സുഖങ്ങൾ എടുത്ത് കളയാണ്. ലോകസുഖങ്ങൾ, ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. ചില പുസ്തകങ്ങൾ നിർത്തുകയാണ്. ചില സൈറ്റുകൾ സ്റ്റോപ്പ് ചെയ്യണേ. ചില ഗ്രൂപ്പുകളൊന്നും ഗെറ്റ് ഔട്ട് അടിക്കുകയാണേ. എന്തിനാണെന്നറിയോ? ആത്മരക്ഷയ്ക്ക് വേണ്ടി. ഇന്നങ്ങനെയല്ല, എല്ലായിടത്തും എനിക്ക് കയറണം, എല്ലാം വേണം, കർത്താവിന് കിട്ടില്ല മക്കളെ.
എല്ലാം കൂടെ കൂട്ടിയിട്ട് കർത്താവിനോട് കിട്ടില്ല. ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. ഏതെങ്കിലും. മോശ ഇസ്രായേൽ 10 കൽപ്പനകളും എടുത്തുകൊണ്ട് വരുമ്പോൾ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ആരാധിക്കുന്ന കണ്ടപ്പോൾ ആ 10 കൽപ്പനയുടെ കൽപ്പനകൾ എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് മോശ അലറുന്നൊരു അലർച്ചയുണ്ടേ, കർത്താവിന്റെ പക്ഷത്തുള്ളവർ അങ്ങ് മാറി നിൽക്കട്ടെ. അപ്പോൾ കുറെ പേര് മാറി നിൽക്കട്ടെ. മോശയുടെ അടുത്തോട്ട് മാറി. കർത്താവിന്റെ പക്ഷത്തുള്ളവർ 2 വശത്തുള്ളവരുണ്ടേ. അപ്പൊ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നാൽ മതി. അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നാൽ മതി. നീ ഇപ്പോൾ ആരുടെ പക്ഷമാണ്? ആത്മാർത്ഥമായിട്ട് പറ. ഈശോയുടെ പക്ഷമാണോ? പിശാചിന്റെ പക്ഷം? ലോകത്തിന്റെ പക്ഷമാണോ? പാപത്തിന്റെ പക്ഷമാണോ? സുഖിമാന്മാരുടെയും ബുദ്ധിജീവികളുടെയും ബുദ്ധിമാന്മാരുടെയൊക്കെ പക്ഷമാണോ? അതോ ക്രിസ്തുവിന്റെ, പരിശുദ്ധാത്മാവിന്റെ, അപ്പസ്തോലന്മാരുടെ, പരിശുദ്ധ അമ്മയുടെ, തിരുസഭയുടെ, പരിശുദ്ധ കുർബാനയുടെ, ദൈവരാജ്യത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്? ഈ ധ്യാനം, ഈ വചനം വെറുതെ കേട്ടിട്ട് ഒരു ചെവി കൂടെ കയറി മറു ചെവി കൂടെ കേൾക്കണം വേണ്ട. എനിക്കിനകത്തൊന്നും വലിയ ജനം കൂടണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, എല്ലാവരും വചനം കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും കർത്താവിനെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും ഈശ്വരോട്ട് പറയണം. അല്ലാതെ വെറുതെ കേൾക്കാൻ ഇതിനകത്ത് ആരും ഉണ്ടാകരുത് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെറുതെ കേട്ട് കളയുന്ന ആരും ഇതിനകത്തുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായ പാപബോധം, പശ്ചാത്താപത്തിനായിട്ട് നീ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടുക.